നല്ല പ്രായത്തിൽ എങ്ങനെ നടക്കേണ്ട ഒരു യങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ആ പ്രായം പിന്നെ തിരിച്ചു കിട്ടാത്ത ആ പ്രായത്തിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഈ നിലയ്ക്ക് എത്തി. പക്ഷെ ദൈവം ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതം നല്ല ജീവിതമായി തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുക. അത് എനിക്ക് ആ നിങ്ങളുടെ ഫീൽ ചെയ്യുന്ന ആ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നാലും ആദ്യം നിന്ന് കുറച്ച് പുറത്ത് വരാം നമുക്ക്, ബിക്കോസ് അത് വളരെ എമോഷണൽ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ കട്ടിംഗ് മാസ്റ്ററായി വർക്ക് ചെയ്തു പറഞ്ഞു. അത് കഴിഞ്ഞ് എവിടേക്കൊക്കെയാണ് ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുള്ളത്? അത് കഴിഞ്ഞ് അവിടെ ഇതുപോലെ അവിടെ ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ യൂണിയനും കാര്യങ്ങളും എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും യൂണിയനും അങ്ങനെ പിന്നെ എന്താ പറയുന്നത് ശരിയല്ല, എന്നാലും ഗുണ്ടായിസം, ടോൾ പിരിവ്, ഗുണ്ടാപ്പിരിവ് അങ്ങനെയുള്ള കേസ് പോലെയാണ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച്. കാരണം അവിടുത്തെ കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അവരെക്കാളും മികച്ചു പോകുന്ന ആരാണ് അവരെ ഇടിച്ച് താഴ്ത്ത് അവരിൽ നിന്നുള്ള പിടിച്ചു പറിക്കുക, അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിന് അന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് 18-19 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത് മാനേജ് ചെയ്യാനുള്ള ഒരു പവറില്ല, വർക്ക് ചെയ്യാനുള്ള ബുദ്ധിയും കഴിവുമുണ്ട്. പക്ഷേ ഇവരോട് നമുക്ക് മത്സരിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അവരുടെ ഭാഷ അറിയില്ല, നമ്മുടെ നാടല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടും. അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി, അവരുടെ ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കട്ടിംഗ് മാസ്റ്റർമാരുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാഡമാണ് അവിടുത്തെ ഓണർ. അവർ തന്നെ ഇപ്പോൾ ഷർട്ട് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ഒരു ടൈം അറേഞ്ച് ചെയ്തുകൊണ്ട് അവരൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഫാസ്റ്റായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തന്നെ സ്കോപ്പ് എനിക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്നെക്കാളും മെയിൻ മാസ്റ്റർമാരപ്പോൾ അവർക്ക് ഇത് കൊടുത്തിട്ട് അപ്പോൾ 2-3 പേര് വന്ന് ഞാൻ താമസിക്കുന്ന റൂമിൽ വന്നിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്, എന്നെ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഏത് പ്രായത്തിലാണ് കല്യാണം കഴിച്ചത്? 28-ാമത്തെ വയസ്സിൽ. ഏത് വർഷമായിരുന്നു? 1991. അപ്പോൾ ഭാര്യ അടുത്ത് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടാണോ? അല്ല, കല്യാണത്തിന് മുമ്പല്ല. കല്യാണത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ പരിചയമില്ലല്ലോ. ഞാൻ പോയി പെണ്ണ് കാണുന്നു, കല്യാണം കഴിക്കുന്നു. അതിന് ശേഷം എല്ലാ ബയോഗ്രാഫീസ് എല്ലാം അറ്റ്ലീസ്റ്റ് പെണ്ണ് കാണുന്ന ആ സമയത്ത് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെങ്ങന്മാർ വന്നിരുന്നു, ചേച്ചിമാർ വന്ന് അവരുടെ ഇഷ്ടാനുസരിച്ചുള്ള അന്ന് ഇന്നത്തെ പോലെ ഒരു ലൊക്കേഷൻ അല്ലല്ലോ. കാരണം അന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കാണുന്നു, കയറി തീരുമാനിക്കുന്നു, അവർ ഉറപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുന്നു, പിള്ളേർ ചെയ്യുന്നു. ഇന്ന് ഡയറക്റ്റ്ലി അല്ലേ, അന്ന് ഇൻഡയറക്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്കത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഒരാൾ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു കുടുംബം മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരാൾ പെണ്ണ് കെട്ടി വീട്ടിലേക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയില്ല. കാരണം വീട്ടിലൊരാളും കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണം എന്തായാലും ഒരു നേരം ഭക്ഷണം വയ്ക്കുമ്പോൾ ഒരാളുടെ ഭക്ഷണം എപ്പോഴാണേലും വീട്ടിൽ കാണും. അപ്പോൾ അതിന് അതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്ത് പോയപ്പോൾ വിവാഹം കഴിച്ച പെണ്ണാണേലും കുഴപ്പമില്ല, നമ്മളോട് ഇപ്പോൾ എല്ലാത്തിലും സഹകരിച്ച് അങ്ങനെ പോകുന്നത്. അതൊരു പാവപ്പെട്ട വീട്ടിലാണ്, കൂലിപ്പണിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ കെട്ടിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും അറിയില്ല, യഥാർത്ഥ സ്നേഹം മനസ്സിലാവുള്ളൂ. അവർ ഇവിടെ വരുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത് വേറെ തൊഴിലുകളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നാൾ ഇതിനെ പ്രത്യേകിച്ച് പഠിക്കാനും മെഷീനിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്യാം. പിന്നെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കലാപരമായിട്ടുള്ള കുറച്ച് ഐഡിയകൾ വേണം. പിന്നെ എൻ്റെ ഡിസൈൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻ ചെയ്യുന്ന ഞാൻ തന്നെയാണ്. ഇപ്പോൾ ആൽബം കാണിച്ചിട്ട് അതിനകത്തെ മോഡൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ബേസിക് എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ വർക്കിനെ സംബന്ധിച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കിൽ ഒന്നേ ഉള്ളൂ, അതിൻ്റെ കൺവെർട്ടിംഗ് ആണ് വരുന്നത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ മോഡലുകളൊക്കെ എന്ത് വന്നാലും ഇപ്പോൾ ടി വിയിലാണ് കൂടുതൽ മോഡലുകൾ, സിനിമയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്യാച്ച് ചെയ്യും, പോയിട്ട് നോക്കും. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെയിൻ കൊണ്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും സ്കെൽട്ടൺ ഡയഗ്രം ഉണ്ടാക്കി നോക്കിയിട്ട് സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഫിനിഷിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കുക. അത് കറക്റ്റായിട്ട് ആകുകയാണെങ്കിൽ മാത്രം അത് നമ്മൾ ഡിസ്പ്ലേയിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കർട്ടൻ മാത്രമല്ല, ഈ പൊതുവെ ഈ കർട്ടൻ ഇൻഡസ്ട്രീൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പൊതുവെ ഈ അപ്പോൾസ്ട്രി അതൊക്കെ അത് വരാനുള്ളത് കൂടുതൽ പ്രവണത എന്താണെന്ന് വെച്ചാൽ അപ്പോൾസ്ട്രി ഉള്ളിടത്തെ കർട്ടൻ ഗൾഫിലെ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് വന്നിട്ട് മാക്സിമം ഒരു 20 ഇയേഴ്സേ ആയിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് കർട്ടൻസ് എന്ന് പറഞ്ഞ പണ്ട് ചരടിൽ അടിച്ചിടുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പഴയ സാരിയുടെ ഡാവണിയുടെ ഒക്കെ ഇതൊക്കെ ചരടിൽ അടിച്ചിടുക. അത് പിന്നെ കുറച്ച് ഫ്രില്ലൊക്കെ വെച്ച് കുറച്ച് ലേസൊക്കെ വെച്ച്
വെച്ച് അങ്ങനെ കുറച്ച് മോഡിഫൈ ആക്കി കൺവെർട്ട് ചെയ്തു. ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈ അറബികളെ സംബന്ധിച്ച് കൂടുതൽ സാധനങ്ങൾ അവർക്ക് മോഡേൺ ആണ് അവർക്ക് താല്പര്യം. അവർക്കവിടെ പൈസ എന്നുള്ളൊരു വിഷയമല്ല. അവരെ ഞാനവിടെ പോയതുകൊണ്ടുള്ള ഞാൻ പറയാണ് ഗൾഫിലെ സംബന്ധിച്ച്. ചോദിക്കണം വിചാരിച്ചു, എപ്പോഴാണ് നിങ്ങൾ ഗൾഫിൽ പോയത്? ഗൾഫിൽ ഞാൻ 2007 ഗൾഫിൽ ഞാനൊരു വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആൾ ഗൾഫിലൊരു ചെറിയ കമ്പനിയുണ്ട്. അപ്പോൾ അയാൾ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഗൾഫിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കതിന് സാമ്പത്തികം അനുവദിക്കില്ല. ഗൾഫിൽ പോകണം, ഒരുപാട് പൈസ ചിലവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ട് ആഗ്രഹമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, വരാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയി നീ വരുമെന്ന് ചോദിച്ചു. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ദോഷവശങ്ങളായി. എന്നിട്ട് കർട്ടൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന അബുദാബി ഷെയ്ഖിൻ്റെ ഓഫീസിലെ ഒരു മാനേജറുണ്ട്, ഒരു അറബി. അയാളുടെ അൽബാഹിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. അയാൾക്ക് 5 ഭാര്യമാരാണ്. അപ്പോൾ ആ 5 ഭാര്യമാർക്ക് 5 വില്ലാസുകൾ ഉണ്ടാക്കിയിട്ട് ആ വർക്കാണ് ഫസ്റ്റിൽ മരുഭൂമി ചെന്ന് ആദ്യമായിട്ട് കർട്ടൻ വർക്ക് ചെയ്യുന്നത് അയാളുടെ വർക്കാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് സാമ്പിൾ ഒരു ട്രയൽ അടിക്കാൻ പറഞ്ഞൊരു ഫോട്ടോസ് കാണിച്ചു തന്നെ. എൻ്റെ വിസിറ്റിംഗ് കാർഡിലുള്ള ആ ഡിസൈനാണ്. അത് കാണിച്ചു തന്നിട്ട് ഈ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രയൽ അടിച്ചു കൊടുത്തു. ട്രയൽ അടിച്ച് ചോദിച്ചാൽ അപ്പോൾ അവർ അറബിയിൽ അവർ ഒരുപാട് ഭാഷകളൊക്കെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. വളരെ നന്നായിട്ടുണ്ട്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, കംപ്ലീറ്റ് വർക്ക് ചെയ്യാം. അങ്ങനെ അവരുടെ വർക്ക് ഫസ്റ്റിൽ ചെയ്യുന്നത്. ഫസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അറബി എന്നോട് പറഞ്ഞതാണ്, നീ ഇവിടെ നിൽക്ക്, നിനക്ക് ഞാൻ കടയിട്ട് തരാം, നീ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നിനക്ക് ആ വിസ ഞാൻ ഡയറക്റ്റ് ചെയ്യാം. കാരണം അറബി മറ്റേ ഷെയ്ഖിൻ്റെ ഓഫീസിലെ മാനേജർ, അയാളെ കൊണ്ട് സാധിക്കും. പക്ഷേ നമുക്ക് പേടിയാണ്. കാരണം ഈ ഗൾഫിലെ നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയമങ്ങളാണ്. എന്തൊക്കെയാണ് ഇവിടെ കേട്ട് പഴക്കമുള്ളത്, തഴമ്പിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഓർക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ള ഒരു ഇതുണ്ട്. ശരിയെന്ന് പറഞ്ഞാൽ അയാളെ നിരുത്സാഹപ്പെടുത്തിയില്ല. അയാൾ എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നു. വർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഇങ്ങനെ ടിപ്പ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു 1000 ദിർഹംസ് അയാൾ തന്നു. അയാളുടെ മോള് 1500 ദിർഹംസ് ടിപ്പായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വർക്ക് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അവരങ്ങനെ തന്നത്. തന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതാണ്. അങ്ങനെ വീണ്ടും ഈ കമ്പനി വന്ന് പിന്നെ ഇത് പുരോഗമിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിക്കപ്പ് ആകും എന്നുള്ള ധാരണ ഈ അറബാപ്പന്മാർക്ക് മനസ്സിലായതിൻ്റെ പേരിൽ അവർ കമ്പനിയിൽ ഡൗൺ ആക്കാൻ തുടങ്ങി. ഇവർ തമ്മിലുള്ള പോട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. 24 hours എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ എനിക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം ആകെ 6 മണിക്കൂർ എനിക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് ഞാൻ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ 4 വർഷം ഞാൻ നിന്നു. പരമാവധി ഞാൻ പിടിച്ച് നിന്ന് നോക്കിയതാണ്. ഒന്നും ഉണ്ടാക്കില്ല. 4 വർഷം ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം വന്നു. എൻ്റെ ബ്രദറിലോ ആക്സിഡൻ്റായിട്ട് സീരിയസ് പൊസിഷനിലായിരുന്നു. അപ്പോൾ ആൾ മരിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. വന്ന് തിരിച്ചു പോയി കഴിഞ്ഞ് അങ്ങനെ ആ ഒരു വന്നു പോയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ 200 ദിർഹംസ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നാട്ടിലേക്ക് വരുന്നത് ബോംബെയിൽ വന്നിറങ്ങി, അവിടുന്ന് ബസ്സിൽ വന്ന് തൃശ്ശൂർ ഇറങ്ങി. പിന്നെ ഞാൻ വീണ്ടും സീറോയിലായി. ജീവിതത്തിൽ ഓരോരോ അനുഭവം, ഒരു പാഠമാണ് ഇതൊക്കെ. സീറോയിലായിട്ട് പിന്നെ ഇങ്ങനെ പണി അന്വേഷിച്ചു. പക്ഷേ എന്നെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചാൽ ഞാൻ ഇവിടെ അടുത്ത് പൂങ്കുന്നത്തെ ഒരാൾ കർട്ടൻ ഷോപ്പുണ്ട്, അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്തായാലും വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ ഒരു 6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ സോഴ്സുകൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും നമുക്ക് പറ്റിയൊരു ഇതാണ്. അപ്പോഴെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് അതിനുള്ള സാമ്പത്തികമില്ല. സാമ്പത്തികമുള്ള ആൾക്കാരെങ്കിലും മുടക്കുകയാണ് അതിനോടൊപ്പം നിൽക്കാമെന്ന് വെച്ചാൽ. ഒരു കാര്യമുണ്ട് ഇതിൽ, നിങ്ങൾ വന്നിട്ട് എവിടെയും പൈസ മുടക്കി നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ സ്വന്തം അധ്വാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കാനുള്ള ആ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ദൈവം അത്രയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചല്ലോ എന്ന് തോന്നുമ്പോൾ ഇച്ചിരി നമുക്ക് സമാധാനമാണ്. ബിക്കോസ് ഇത്രയും എന്താ പറയുക, ഒരു കടുത്ത ഒരു ജീവിതമാണ്.